ബേബി എന്താ എന്തു പറ്റി എന്താന്ന് ഒന്നുമില്ല ബേബിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ എനിക്കോ എനിക്കെന്താ കുഴപ്പം തനിക്കെന്താ പറ്റിയത് ഒന്നുമില്ല ബേബി ഞാനൊരു ചീത്ത സ്വപ്നം കണ്ട് ആകെ പേടിച്ചു പോയി ആ എനിക്ക് അപ്പോഴേ തോന്നി അതാ സംഭവിച്ചിരിക്കാന്ന് എന്തിനാ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ആലോചിച്ച് കിടക്കുന്നത് അതുകൊണ്ടല്ലേ ചീത്ത സ്വപ്നങ്ങളൊക്കെ കാണുന്നത് ഇപ്പൊ പേടി മാറിയോ ഇല്ലെങ്കിൽ ഞാനൊരു മന്ത്രം പറഞ്ഞുതരാം അത് ജപിച്ചുകൊണ്ട് കിടന്നാ മതി നമുക്ക് പേടി തോന്നുകയില്ല ദുസ്വപ്നവും കാണില്ല കുഞ്ഞുനാളിൽ എനിക്ക് എൻ്റെ അമ്മ പറഞ്ഞു തന്ന മന്ത്ര പണ്ട് ഇടവപ്പാതിയിലെ കോരിച്ചൊരിയുന്ന മഴയത്ത് ഇടിയും മിന്നലും കണ്ട് പേടിച്ചുറക്കം വരാതെ കിടക്കുമ്പോ എന്നെ ചേർത്ത് പിടിച്ച് അമ്മ ചൊല്ലിത്തരുന്ന മന്ത്ര അത് കേട്ട് കിടന്നാ പിന്നെ പേടി വരികയില്ല ചീത്ത കാര്യങ്ങളൊന്നും സ്വപ്നം കാണുകയില്ല ഞാൻ പറയണ പോലെ ചൊല്ലണം ആ അർജുനൻ ഫൽഗുനൻ പാർത്ഥൻ വിജയനും ചൊല്ലുവോ എനിക്കറിയില്ല ബിപി ചൊല്ലിയാ മതി അപ്പൊ എന്റെ പേടിയൊക്കെ മാറിക്കോളും ആ അർജുനൻ ഫൽഗുനൻ പാർത്ഥൻ വിജയനും വിശ്രുതമായവൻ പിന്നെ കിരീടിയും ശ്വേതാസനെന്നും ധനഞ്ജയൻ ജിഷ്ണുവും ഭീതിഹരൻ സവ്യസാചി ബീഭത്സവും 10 നാമങ്ങളും ഭക്തിയാൽ ജപിക്കലോ നിത്യഭയങ്ങൾ അകന്നുപോകും നിശ്ചയം ഇപ്പൊ മനസ്സിലെ പേടി മാറിയില്ലേ പിന്നെന്തിനാ കരയുന്നേ സന്തോഷം കൊണ്ട് കരഞ്ഞതാ ബിപി കരയണ്ട എന്നോട് ഇത്രയും സ്നേഹവും കരുതലുള്ള ആളാണോ എന്നെ ഉപേക്ഷിച്ചിട്ട് പോവാൻ തുനിഞ്ഞത് പറ്റുമോ ബിപിക്ക് അതിന് എന്നെ അപ്പൂനെയും അങ്ങനെ ഉപേക്ഷിച്ച് പോവാൻ പറ്റുമോ എനിക്ക് ബിപി എന്നും ഇങ്ങനെ അടുത്തുണ്ടാവണം ഉറങ്ങിക്കോ ഉറങ്ങിക്കോ ഞാൻ കൂടെ തന്നെ ഉണ്ട് ആ കിടന്നോ പേടി എടാ വരുന്നെങ്കിൽ വേഗം വാ ഞാനിവിടെ പോസ്റ്റായിട്ട് വട്ടി പിടിച്ച് നിൽക്കുക ആ ഓക്കെ വാ തമാശക്കാണെങ്കിലും മമ്മി പറഞ്ഞ ഒരു കാര്യം ശരിയാ എന്ത് കാര്യം അല്ല നമ്മൾ ഹണിമൂൺ കഴിഞ്ഞ് തിരിച്ചെത്തിയാലും നമ്മുടെ ഈ ഷോപ്പിംഗ് തീരില്ല എന്ന് അതിന് നമ്മൾ കൊണ്ടുപോകാനുള്ള സാധനങ്ങൾ മാത്രല്ലേ വാങ്ങുന്നത് ഒടുക്കം വാങ്ങിയതൊന്നും കൊണ്ടുപോകേണ്ടി വരില്ല എന്ന് തോന്നുന്നു ബാഗേജിന് വെയിറ്റ് കൂടുതലാണെന്നും പറഞ്ഞ് നമ്മളെ ക്ലിപ്പിടാതിരുന്ന ഭാഗ്യം ഓ അതിനു വേണ്ടി വെയിറ്റ് ഒന്നും കാണത്തില്ല പോകുന്നതിന് മുൻപ് നമുക്കൊന്ന് വേ ചെയ്ത് നോക്കിയാ പോരെ അല്ല ഇനി എന്തെങ്കിലും വാങ്ങാനുണ്ടോ ഇനി ഷോപ്പിംഗ് ഫെസ്റ്റിവൽ മലേഷ്യ ചെന്നിട്ടേ ഉള്ളൂ അയ്യോ ഒന്നും വേണ്ടേ വാ മൈ ഗാഡ് പണി കിട്ടി എന്ത് പറ്റി വലുത് മിസ്സായോ കാറിന്റെ കീ ആ ഷോപ്പിൽ വെച്ച് മറന്നു അയ്യോ ഏത് ഷോപ്പിലാ മറന്നു വെച്ചത് നമ്മൾ ലാസ്റ്റ് കയറിയില്ലേ അവിടെ വെച്ചാ ഞാൻ പേഴ്സ് എടുത്തത് അത് അവിടെ തന്നെ കാണും വേഗം പോയി എടുത്തിട്ട് വാ എന്നാ തന്നെ ഇത് പിടിക്കാം
മാളു, മാളു ഡോക്ടറായിട്ട് നടന്നു വരുന്നത് ഞാൻ കണ്ടു. നിങ്ങളെ വന്ന് കാണണോ വേണ്ടിയോ എന്ന് ഞാനൊന്ന് സംശയിച്ചു. പിന്നെ കാണുന്നോണ്ട് എന്താ കുഴപ്പം, നമ്മൾ ഫ്രണ്ട്സ് അല്ലേ എന്ന് വിചാരിച്ചു വന്നതാ. ഞാൻ വന്നപ്പോഴേക്കും ഹസ്ബൻഡ് തിരിച്ചു പോകുന്ന കണ്ടു. എന്തുപറ്റി? എന്തെങ്കിലും മറന്നോ? ആ, കാറിന്റെ കീ ഷോപ്പിൽ വെച്ച് മറന്നു. ഓ, ഡോക്ടർ അത് എടുക്കാൻ പോയതാ. അരുൺ എന്താ ഇവിടെ? ഞാൻ വെറുതെ ഒരു ഫ്രണ്ടിനെ വെയിറ്റ് ചെയ്ത് നിന്നതാ. നമ്മുടെ സുമി ശ്രീകുമാറും സാംകുട്ടിയൊക്കെ എന്ത് പറയുന്നു? എല്ലാവരും സുഖമായിരിക്കുന്നു. സുമിയൊക്കെ ഇപ്പൊ നാട്ടിലാ, സ്റ്റഡി ലീവ് അല്ലേ. മാളു എക്സാം അറ്റൻഡ് ചെയ്യുന്നില്ലേ? ഈ വർഷം ചിലപ്പോഴേ ഉള്ളൂ. പഠിത്തം കണ്ടിന്യൂ ചെയ്തോടെ തനിക്ക്? കല്യാണം കഴിഞ്ഞു എന്ന് കരുതി പഠിത്തം വേണ്ടാന്ന് വെക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. അതൊരിക്കലും വേണ്ടെന്ന് വെച്ചിട്ടില്ല അരുൺ. എന്തായാലും ഞാൻ കോഴ്സ് കണ്ടിന്യൂ ചെയ്യും. വെരി ഗുഡ് ഡിസിഷൻ. അങ്ങനെയെങ്കിലും കോളേജിൽ വെച്ച് നമുക്ക് പഴയ സുഹൃത്തുക്കളാവല്ലോ. പിന്നെ തൻ്റെ ഫ്രണ്ട് എന്ന് പറയുന്നു അപ്പു? അപ്പൊ സുഖായിരിക്കുന്നു അരുൺ. എന്താ നോക്കുന്നേ? ഞാൻ തന്നോട് സംസാരിക്കുന്നത് ഡോക്ടറുടെ പ്രശ്നമാവോ? ഏയ്, അങ്ങനെയൊന്നുമില്ല. സത്യത്തില് മാളവിയോട് ഞാൻ എത്ര മോശമായിട്ട് പെരുമാറിയെന്ന് പിന്നീട് എനിക്ക് മനസ്സിലായത്. അന്ന് ഞാൻ അങ്ങനൊന്നും ചെയ്യാൻ പാടില്ലായിരുന്നു. അപ്പോഴത്തെ ആവേശത്തില് അതൊന്നും ആലോചിക്കാനുള്ള ക്ഷമയോ വിവേകമോ ഒന്നും ഇല്ലാതെ പോയി. സോറി കേട്ടോ. താനതൊന്നും മനസ്സിൽ വെച്ചേക്കരുത്. ഇറ്റ്സ് ഓൾ റൈറ്റ് അരുൺ. അതൊക്കെ ഞാൻ എപ്പോഴേ മറന്നു. തനിക്കതൊക്കെ മറക്കാൻ പറ്റുമായിരിക്കും, പക്ഷെ കഴിഞ്ഞതൊന്നും എൻ്റെ മനസ്സിൽ നിന്ന് അങ്ങനെ മാഞ്ഞു പോകുന്നില്ല. സത്യവുമാളൂ, എത്ര മറക്കാൻ ശ്രമിച്ചിട്ടും തൻ്റെ ഈ മുഖം എൻ്റെ മനസ്സിൽ നിന്ന് പോകുന്നതേയില്ല. പോകുന്നില്ല എന്ന് മാത്രമല്ല, അതിന് ഓരോ ദിവസം കഴിയുന്തോറും തിളക്കം കൂടുന്നതേ ഉള്ളൂ. സത്യവുമാളൂ, സ്റ്റിൽ ഐ ലവ് യു. ഏ അരുൺ, മൈൻഡ് യുവർ വേർഡ്സ്. താൻ വേഗം പോവാൻ നോക്ക്. ആദ്യം സംസാരിച്ചു തുടങ്ങിയപ്പോ താൻ ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ. മാളു ഒച്ച വയ്ക്കണ്ട, ഞാൻ പൊയ്ക്കോളാം. പക്ഷെ താൻ ഒരു കാര്യം ഓർത്തോ, കല്യാണം കഴിഞ്ഞെന്ന് കരുതി തന്നെ അങ്ങനെ മറന്നു കളയാനൊന്നും എനിക്ക് പറ്റില്ല. നമ്മളായിരുന്നു ശരിക്കും ഒന്നിക്കേണ്ടിരുന്നത്. പക്ഷെ താൻ എന്നെ ഭംഗിയായി തേച്ചിട്ട് നല്ലൊരു ഡോക്ടറെ കുത്തിയെടുത്തില്ലേ? അരുൺ, തന്നോട് പോവാനാ പറഞ്ഞത്. ചൂടാവതടോ, താൻ പേടിക്കണ്ട. തൻ്റെ ഡോക്ടർ ഇതൊന്നും അറിയാൻ പോകുന്നില്ല. അന്ന് നമ്മുടെ നിശ്ചയമൊക്കെ ഫിക്സ് ചെയ്ത് 2 ദിവസം കഴിഞ്ഞു. തൻ്റെ ഫ്രണ്ട് അപ്പുവിൻ്റെ കണ്ണ് വെട്ടിച്ച് നമ്മൾ കുറേ ഫോട്ടോസൊക്കെ എടുത്തത് ഓർമ്മയുണ്ടോ? ആ ഫോട്ടോസൊക്കെ ഇപ്പോഴും എൻ്റെ ലാപ്പിലുണ്ട്. അതുപോലെ നമ്മുടെ ഈ മീറ്റിങ്ങും ഇങ്ങനെ രഹസ്യമായിട്ടിരുന്നോളൂ. പോട്ടെ. ആരാ തന്നോട് സംസാരിച്ചേ? എൻ്റെ ഒരു ഫ്രണ്ടായിരുന്നു. ഫ്രണ്ടിനെ കിട്ടിയത് നന്നായി. വെയിറ്റ് ചെയ്തൊന്നും ബോറടിക്കേണ്ടി വന്നില്ലല്ലോ. ഇങ്ങിതാ കേറ. എന്തുപറ്റിയടോ? ഹലോ, തനിക്കിത് എന്തു പറ്റി? ഏയ്, ഒന്നുമില്ല. അത് വെറുതെ. ഷോപ്പിങ്ങിന് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആളല്ലല്ലോ ഇപ്പൊ എൻ്റെ ഒപ്പം ഇരിക്കുന്നത്. ഈ ചെറിയ സമയത്തിനുള്ളിൽ തനിക്ക് എന്താ പറ്റിയേ? ഏയ്, എനിക്കൊന്നും പറ്റിയില്ല. ഡോക്ടർക്ക് വെറുതെ തോന്നുന്നതാ. ശരി, എന്നാ അങ്ങനെ ആയിക്കോട്ടെ. മാളു, ആ അരുൺ ഭാസ്കറെ കണ്ടതാണോ തന്റെ പ്രശ്നം? അയാൾ തന്നോട് സംസാരിച്ചത് ഞാൻ അറിഞ്ഞില്ല എന്ന് വിചാരിച്ചോ? എന്നിട്ട് ഞാൻ ചോദിച്ചപ്പോ അത് അരുൺ ഭാസ്കർ ആയിരുന്നു എന്ന് എന്നോട് പറയാതിരുന്ന എന്താ? അയാളെ കണ്ടാൽ ഞാൻ തിരിച്ചറിയില്ല എന്ന് വിചാരിച്ചോ? സോറി, അതുകൊണ്ടല്ല ഡോക്ടർ. അയാളെന്നെ എന്നോട് സംസാരിച്ചെന്നറിഞ്ഞാൽ. അറിഞ്ഞാ
ഞാൻ തന്നോട് ദേഷ്യപ്പെടുമെന്ന് വിചാരിച്ചോ? ഡോക്ടർക്കത് വിഷമാവെന്ന് കരുതിയാ ഞാൻ പറയാതിരുന്നത്. എടോ, നമ്മൾ തമ്മിൽ ഒരുമിച്ച് ജീവിതം തുടങ്ങിയിട്ട് ഇത്രയും നാളായില്ലേ? ഇപ്പോഴും താൻ എന്നെക്കുറിച്ച് ഇങ്ങനെയാണോ ചിന്തിക്കുന്നത്? കഷ്ടം. അയാളെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് നമ്മൾ തമ്മിൽ പരിചയമായപ്പോഴേ താൻ എന്നോട് പറഞ്ഞിട്ടുള്ളതല്ലേ? അയാൾ തന്നെ പ്രപ്പോസ് ചെയ്തതും വീട്ടുകാർ തമ്മിൽ കല്യാണം ആലോചിച്ചതും എൻഗേജ്മെന്റ് ഫിക്സ് ചെയ്തതും അങ്ങനെ ഈച്ച് ആൻഡ് എവറി ഡീറ്റെയിൽസ് താൻ എന്നോട് പറഞ്ഞല്ലേ? പിന്നെ എന്തിനാ താൻ ആ കാര്യം ഓർത്ത് വിഷമിക്കുന്നത്? അയാൾ വന്നതിലോ തന്നെ കണ്ടതിലോ സംസാരിച്ചതിലോ എനിക്കൊരു പ്രശ്നവുമില്ല. ഇനി നിങ്ങൾ വീണ്ടും ചിലപ്പോൾ കോളേജിൽ വെച്ച് കണ്ടുമുട്ടിയെന്നിരിക്കും. ബി ഗുഡ് ഫ്രണ്ട്സ്. അതിലൊന്നും യാതൊരു കുഴപ്പമില്ലടോ. അല്ല, അയാൾ എന്താ ചോദിച്ചത്? തന്നോട് മോശമായിട്ട് എന്തെങ്കിലും പെരുമാറിയോ? പറയടോ. ഇല്ല, നല്ല രീതിയിലാ അയാൾ എന്നോട് സംസാരിച്ചത്. മുമ്പ് നടന്ന കാര്യങ്ങൾക്ക് അയാൾ എന്നോട് സോറി പറഞ്ഞു. ആ, എങ്കിൽ പിന്നെ എന്താ പ്രശ്നം? താനും അയാളോട് സോറി പറഞ്ഞില്ലേ? ദാറ്റ്സ് ഓൾ. ആ ചാപ്റ്റർ അവിടെ ക്ലോസ് ചെയ്തു. ഇനി എവിടെ വെച്ച് കണ്ടാലും അയാൾ മാന്യമായിട്ട് തന്നോട് പെരുമാറും. അതിലെനിക്കൊരു വിഷമോ ദേഷ്യമോ ഒന്നും തന്നോട് ഇല്ല താനും. ഇപ്പൊ ഹാപ്പിയായോ? അന്ന് നമ്മുടെ നിശ്ചയമൊക്കെ ഫിക്സ് ചെയ്ത് 2 ദിവസം കഴിഞ്ഞു. തൻ്റെ ഫ്രണ്ട് അപ്പുവിൻ്റെ കണ്ണ് വെട്ടിച്ച് നമ്മൾ കുറേ ഫോട്ടോസൊക്കെ എടുത്തത് ഓർമ്മയുണ്ടോ? ആ ഫോട്ടോസൊക്കെ ഇപ്പോഴും എൻ്റെ ലാപ്പിലുണ്ട്. അമ്മേ, നീ എവിടേക്കാ അപ്പോ? എനിക്ക് നന്ദൻ സാറിനെ ഒന്ന് കാണണം. പിന്നെ അല്ലാതെ 1-2 പേരെ കാണാനുണ്ട്. കേസിന്റെ കാര്യത്തില് ബിപിയെ കോടതിയിൽ ഹാജരാക്കണമെന്ന് തന്നെയാണോ നന്ദൻ പറയുന്നത്? അതിന്റെ കാര്യത്തിൽ നന്നായിട്ട് ആലോചിച്ചിട്ട് ഇന്ന് തന്നെ തീരുമാനം ഫൈനൽ ചെയ്യാന്നാ സാറ് പറഞ്ഞത്. അതിനുവേണ്ടി ഇന്ന് കാണണമെന്ന് പറഞ്ഞേ. ഞാനെന്നാ പോയിട്ട് വരാമേ. അപ്പോ വക്കീലിന്റെ തീരുമാനം എന്തോ ആവട്ടെ, എനിക്കറിയേണ്ടത് അച്ഛന്റെ കാര്യത്തിൽ നിന്റെ തീരുമാനം എന്താണെന്നാണ്. ഞാൻ എന്ത് തീരുമാനം എടുക്കാനാ? എല്ലാം നന്ദൻ സാർ പറയുന്ന പോലെ ചെയ്യാന്ന് വിചാരിക്കുന്നു. അല്ലാതെ എന്റെ അഭിപ്രായം കോടതിയിൽ സത്യസന്ധമായി പറയാൻ പറ്റില്ലല്ലോ. അതെന്താ നീ അങ്ങനെ പറഞ്ഞത്? വക്കീലിന് വേണ്ടിയാണോ? ബിപിയെ രക്ഷിച്ചെടുക്കേണ്ടത് നിന്റെ കൂടെ ആവശ്യമല്ലേ അപ്പൂ? നീ കാരണമല്ലേ ബിപിക്ക് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. അപ്പോ ബിപിക്ക് വേണ്ടി നന്ദനേക്കാൾ ഉത്തരവാദിത്തം നിന്റെ ഭാഗത്താ ഉണ്ടാവേണ്ടത്. നീ എന്താ ചിരിച്ചു കളഞ്ഞത്? ഞാൻ പറഞ്ഞത് ശരിയല്ലേ? അല്ല, അമ്മ എത്ര നിസ്സാരമായിട്ടാ പറഞ്ഞത്. ഞാൻ കാരണമാ ബിപിക്ക് ഇങ്ങനെയൊക്കെ സംഭവിച്ചെന്ന്. എന്താ ശരിയല്ലേ? ശരിയാ. ഒരു സുപ്രഭാതത്തിൽ ഉണർന്നെണീറ്റപ്പോ എനിക്കൊരു തോന്നലുണ്ടായി, ബിപിക്കെതിരെ ഒരു സ്റ്റോറി ചെയ്ത് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യണമെന്ന്. എന്നിട്ട് ഞാൻ തന്നെ നിരപരാധിയായ ബിപിക്കെതിരെ എന്റെ കമ്മ്യൂണിറ്റിയിലുള്ളവരെ കൊണ്ട് കേസ് കൊടുപ്പിച്ചു. എന്നിട്ട് ഞാൻ തന്നെ മനുഷ്യാവകാശ കമ്മീഷനെ സ്വാധീനിച്ച്. അപ്പോ എന്താ അങ്ങനെയല്ലേ? ഞാൻ പറഞ്ഞത് അങ്ങനെ ഒരു അർത്ഥത്തിലല്ല. അമ്മ ഉദ്ദേശിച്ചത് ഏതർത്ഥത്തിലായാലും ഒടുവിൽ കുറ്റം എനിക്കല്ലേ ആവൂ. അതങ്ങനെയമ്മ. സമാധാനത്തോടെയും സന്തോഷത്തോടെയും കഴിഞ്ഞു വന്ന കുടുംബങ്ങളിൽ എപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാക്കി തുടങ്ങുന്നത് എന്നെപ്പോലുള്ളവരായിരിക്കും. മനസ്സ് മാറിക്കയറിയ ശരീരവുമായി ജീവിക്കുന്ന എന്നെപ്പോലുള്ളവരുടെ വിധി അത്. പക്ഷെ അത് പുറത്തു പറയും വരെ, അല്ലെങ്കിൽ അങ്ങനെ ഒരു തീരുമാനം എടുക്കും വരെ ഞങ്ങൾ അനുഭവിച്ചു തീർക്കുന്നൊരു ജീവിതമുണ്ട്. അവനവനോട് തന്നെ യുദ്ധം ചെയ്തും സ്വയം കീഴടങ്ങിയും കുറ്റപ്പെടുത്തിയും ന്യായീകരിച്ചും
മനസ്സുകൊണ്ട് 1000 പ്രാവശ്യം ആത്മഹത്യ ചെയ്തും പ്രിയപ്പെട്ടവരുടെ കണ്ണീര് കാണാതിരിക്കാൻ മാത്രം ജീവച്ചവമായി എരിഞ്ഞും നേറിയുമുള്ളൊരു ജീവിതമുണ്ടമ്മ. അതാർക്കും പറഞ്ഞാൽ മനസ്സിലാവില്ല. അത് അനുഭവിക്കുമ്പോഴേ അതിന്റെ വേദന എന്താണെന്നറിയൂ. അപ്പോ അതെ അമ്മ, ഞാൻ കാരണം നമ്മളിപ്പോൾ അനുഭവിക്കുന്നുവെന്ന് അമ്മ ക്ലെയിം ചെയ്ത വേദനയും സങ്കടവും ഒന്നും അതിന്റെ മുമ്പിൽ ഒന്നും ആവില്ല. സ്വന്തം സ്വത്വത്തിലല്ലാതെ ഇനി ഒരു നിമിഷം പോലും ജീവിക്കാനാവില്ല എന്ന് തിരിച്ചറിയുമ്പോഴാണ് പലരും സത്യം വീട്ടുകാരെ അറിയിക്കുന്നത്. അവിടെ തുടങ്ങും ശിക്ഷയുടെ 2ാം ഘട്ടം. കുടുംബം തകർക്കാനുണ്ടായ ജന്മം ഒന്ന് മുദ്രകുത്തി എങ്ങനെയൊക്കെ ഉപദ്രവിക്കാമോ അങ്ങനെയൊക്കെ ഉപദ്രവിക്കും. ഉപദേശത്തിൽ തുടങ്ങി, പിന്നെ ഭീഷണിയായി, വീട്ടുതടങ്കലായി, ദേഹോപദ്രവമായി, എന്നിട്ടും വഴങ്ങിയില്ലെങ്കിൽ പിന്നെ കൊന്നുകളയലായി. അമ്മ, ഞാൻ പറഞ്ഞൊക്കെ സത്യമല്ല. എന്റെ കാര്യത്തിലും ഈ പറഞ്ഞൊക്കെ തന്നെയല്ലേ സംഭവിച്ചത്. എന്നിട്ടും കുറ്റം ചാർത്തി തരുന്നത് അപ്പൂനാണ്. അപ്പു കാരണമാണ് ബിപിക്ക് ഇങ്ങനെയൊക്കെ സംഭവിച്ചതെന്ന്. സോറി അപ്പു, ഞാൻ നിന്നെ കുറ്റപ്പെടുത്തിയതല്ല. എനിക്ക് മനസ്സിലാവും അമ്മ. അമ്മ എനിക്ക് തന്ന സപ്പോർട്ടും സഹായവും ഒന്നും മറന്നിട്ടല്ല ഞാൻ സംസാരിച്ചത്. ദുരഭിമാനത്തിന്റെ കുപ്പായ ഊരിവെച്ച് ഒരച്ഛന്റെ എല്ലാ സ്നേഹത്തോടെയും വാത്സല്യത്തോടെയും ബിപി ഒരിക്കലെങ്കിലും എന്റെ മനസ്സിലേക്കൊന്ന് സൂക്ഷിച്ചു നോക്കിയിരുന്നെങ്കിൽ, എന്നെ ഒന്ന് ചേർത്ത് പിടിച്ചിരുന്നെങ്കിൽ അപ്പോ നീ ഗതി വരില്ലായിരുന്നു. നമ്മുടെ ഒന്നും ജീവിതം ഇങ്ങനെയൊന്നും ആവില്ലായിരുന്നു. ശരിയല്ലേ അമ്മ? മനസ്സിന്റെ താളം തെറ്റി ഈ സമയത്ത് പോലും അച്ഛനെന്ന ആ മനുഷ്യൻ എന്നെ കൊല്ലാനാ നോക്കിയത്. ആ മനുഷ്യന് വേണ്ടിയാ കോടതിയിൽ ഞാൻ അനുകൂലമായ നിലപാട് സ്വീകരിക്കേണ്ടത്. അച്ഛനെന്ന സെന്റിമെന്റ്സ് എനിക്കേ പാടുള്ളൂ. തിരിച്ചിങ്ങോട്ടൊന്നും പ്രതീക്ഷിക്കരുത്, അല്ലേ? അപ്പോ നീ പറയുന്നതൊക്കെ അമ്മയ്ക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷേ അമ്മ വിഷമിക്കണ്ട. ബിപി ശിക്ഷിക്കപ്പെടരുതെന്ന് തന്നെ എന്റെ ആഗ്രഹം. പക്ഷെ ഞാൻ അങ്ങനെ ഒരു നിലപാടെടുക്കുമ്പോൾ ഞാൻ എന്നെ പോലെയുള്ള ഒരുപാട് പേരോട് കാണിക്കുന്ന അനീതി ഉണ്ടമ്മ. ഇനിയും ഒരുപാട് അപ്പുമാരുണ്ടാവും, ദക്ഷയെ പോലെ, അഗ്നിയെ പോലെ. കൊടിയ വേദനകൾ സഹിച്ച് ഒരുപാട് പേര് ഇനിയും തങ്ങളുടെ മനസ്സിനെ തിരിച്ചു പിടിച്ച് സ്വന്തം ശരീരത്തിൽ നിന്നിറങ്ങി സ്വയം ഐഡന്റിറ്റി വെളിപ്പെടുത്തും. അവരെയൊക്കെ തല്ലാനും കൊല്ലാനും മുഖത്ത് ആസിഡൊഴിച്ച് വികൃതമാക്കാനും സ്വന്തം കുടുംബത്തിൽ നിന്ന് തന്നെ അച്ഛനും ആങ്ങളമാരും അമ്മാവുമാരും ഒക്കെ ഉണ്ടാവും. അവർക്കൊക്കെ ഞാൻ കൊടുക്കുന്നൊരു അംഗീകാരമായിരിക്കും കോടതിയിൽ ബിപിയെ സപ്പോർട്ട് ചെയ്യുന്നത്. അതിലേ ഉള്ളൂ എനിക്ക് സങ്കടം. സാരമില്ല അമ്മ, ഞാൻ ബിപിക്കെതിരെ കോടതിയിൽ ഒന്നും പറയില്ല. അമ്മ പേടിക്കണ്ട. ഇനിയും അപ്പുവും ദക്ഷയും അഗ്നിമാരും ഒക്കെ ഉണ്ടായിക്കോട്ടെ.